മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ഭക്തി കാരണം അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് അസോസിയേഷൻകാര് ഒരു ഡോക്യുമെന്ററി നിർമ്മിച്ചു അദ്ദേഹത്തിന്റെ പിറന്നാളിന് ഒരു സമ്മാനമായിട്ട്. ഏകദേശം 15 ലക്ഷം രൂപ മൊത്തത്തിൽ അതിന്റെ എല്ലാം കൂടെ വരുന്ന 40 ലക്ഷം രൂപയെ പുറത്തൊക്കെ വരുന്നുണ്ട്. പ്രൊഡക്ഷൻ മാത്രം 15 ലക്ഷം രൂപ. അതവിടെ നിൽക്കട്ടെ. പക്ഷെ വലിയ കാര്യമായിട്ടൊക്കെ ഈ ഡോക്യുമെന്ററി നിർമ്മിച്ചപ്പോൾ സ്വന്തം മുഖ്യമന്ത്രിയുടെ അമ്മയുടെ പേര് തെറ്റിച്ചാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വലിയ ഇത്രയും കാര്യമായിട്ട് ഒരു ഡോക്യുമെന്ററി നിർമ്മിച്ചപ്പോൾ അതിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് അമ്മ, അച്ഛൻ എന്നൊക്കെ പറയുന്നത്. ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ പരാമർശിക്കുമ്പോൾ അപ്പൊ അമ്മയുടെ പേര് പോലും അറിയാത്ത അസോസിയേഷൻകാരാണോ ഉള്ളത് മുഖ്യമന്ത്രിയുടെ? തൊഴിലാളി വർഗത്തിന്റെ ദത്തുപുത്രൻ അറിയപ്പെട്ടിരുന്ന ആളാണ് EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ തൊഴിലാളികൾക്ക്, അത് കയർ മേഖലയിലായിക്കോട്ടെ, കാർഷിക മേഖലയിലായിക്കോട്ടെ, അല്ലെങ്കിൽ കശുവണ്ടി മേഖലയിലായിക്കോട്ടെ, അവിടുത്തെയൊക്കെ തൊഴിലാളികൾക്ക് തങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള ഒരു അവകാശ അധികാരവും അതിൻ്റെ ആനുകൂല്യങ്ങളും അവർക്ക് വാങ്ങിച്ചു കൊടുത്ത ധീരമായിട്ടുള്ള സമരങ്ങൾ നടത്തിയ ആളാണ് EMS നമ്പൂതിരിപ്പാട്. ഇവിടെ അടുത്ത് ഈ ഗാന്ധാരി അമ്മൻ കോവിലിൽ ഒരു 2 മുറി വീട്ടിൽ കുടുംബത്തോടൊപ്പം താമസിച്ചുകൊണ്ട് സർവമാന സ്വത്തുക്കളും പാർട്ടിക്ക് എഴുതി കൊടുത്തുകൊണ്ട് പാർട്ടി നൽകുന്ന ലെവി കൊണ്ട് മാത്രം ജീവിച്ച, വളരെ ലളിതമായിട്ട് ഒരു പക്ഷേ ഗാന്ധിജിയെ പോലെ തന്നെ, ഗാന്ധിജിയുടെ മറുവശം പോലെ തന്നെ ജീവിച്ച EMS നമ്പൂതിരിപ്പാട്. ഒരു തവണ പോലും അദ്ദേഹം ഇതുപോലെ ഒരു ആർഭാടം നടത്തിയിട്ടില്ല. ചരിത്ര പുരുഷനായിരുന്നു അദ്ദേഹം. ചരിത്രത്തിന് മുമ്പേ നടന്നതായിരുന്നു. ശരിയായിരിക്കാം പറയുന്നത് അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകമായിട്ടൊരു പ്രത്യയ ശാസ്ത്രത്തിനൊന്നും അദ്ദേഹം വഴിമരുന്നിട്ടില്ല, സ്ഥാപിച്ചിട്ടുമില്ല. മാവോ സേതൂങ്ങിനെ പോലെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഷീ ജിൻപിങ്ങും അങ്ങനെ ചെയ്തിട്ടില്ല. ചരിത്രത്തിന് മുമ്പേ നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ചുകൊണ്ട് അമേരിക്കയോടൊപ്പം ശക്തിയുള്ള ഒരു രാജ്യമായിട്ട് അതിനെ മാറ്റിയ ആളാണ് ഷീ ജിൻപിങ്. അതിനു മുമ്പ് തന്നെ ലോങ് മാർച്ച് നടത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ സാംസ്കാരിക ചരിത്രം മുഴുവൻ തിരുത്തിക്കുറിച്ച ആളാണ് മാവോ സേതൂങ്. ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരാധിക്കുന്ന വിഗ്രഹങ്ങളാണ്. ലെനിൻ, അതുപോലെ തന്നെ സ്റ്റാലിൻ, ഏംഗൽസ്, മാർക്സ്, അവരാരും ഇങ്ങനെ തങ്ങളെക്കുറിച്ച് ഒരു ലെജൻഡാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്ററി മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി അനുവദിച്ചിട്ടില്ല. അതാണ് ചരിത്രം. അവർ പാവപ്പെട്ട തൊഴിലാളി വർഗവും അവർ അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ചും പീഡനങ്ങളെക്കുറിച്ചും അവരെ ചൂഷണം ചെയ്യുന്ന മുതലാളി വർഗത്തെക്കുറിച്ചും എഴുതി, ബൂർഷ്വകളെക്കുറിച്ചും. അങ്ങനെ ചരിത്രത്തിൽ ഇടം നേടി. അല്ലാതെ ലെജൻഡാണെന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കി വെച്ചിട്ട് 15 ലക്ഷം രൂപ അതിനുവേണ്ടി മുടക്കിയിട്ട് അതിൻ്റെ മുമ്പിലിരുന്ന് ആനന്ദിക്കുന്ന ആളുകളായിരുന്ന, ആത്മസുഖം കണ്ടെത്തുന്ന ആളുകളായിരുന്നില്ല വരുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വ്യത്യസ്തനാണ്. ഇതിലൊക്കെ ഒരു ആത്മരതി കണ്ടെത്തുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏറെക്കാലമായിട്ട് നമ്മൾ കാണുന്ന കാര്യമാണിത്, പ്രശംസിക്കുന്നത്. അത് വേണ്ട വിധം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസൊക്കെ മുതലാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലേ ഇത് കുഴപ്പമില്ല, അദ്ദേഹം കണ്ടോട്ടെ, അത് ആനന്ദിച്ചോട്ട്, രമിച്ചോട്ട്. മറ്റുള്ളവരെ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? സെക്രട്ടേറിയറ്റിൻ്റെ പിന്നിൽ, മുന്നിൽ, ചുറ്റും എന്ത് ബഹളമായിരുന്നു ഇന്നലെ. ശബ്ദഘോര താണ്ഡവം, റാപ്പ് മ്യൂസിക്കിൻ്റെയൊക്കെ അതുപോലെ തന്നെ റാപ്പ് സംഗീതത്തിൻ്റെയൊക്കെ ആ ശ്രുതികൾ ചേരുന്ന പോലെ നെഞ്ച് പൊളിപ്പിക്കുന്ന തരത്തിലുള്ള ശബ്ദവീചികളിങ്ങനെ നമ്മൾക്ക് അനുവദനീയമായതിനേക്കാൾ, അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അനുവദനീയമായതിനേക്കാൾ അതിൻ്റെ 10 മടങ്ങ് ഡെസിബലിലുള്ള ഒച്ച കൊണ്ട് ചെവി പൊട്ടിച്ചു. അവിടെ നോക്കൂ, ഇത് വെറുതെ പറയുന്നതല്ല. അവിടെ മന്നം മെമ്മോറിയൽ ക്ലബിൽ ഉള്ള അവിടെ കൗണ്ടറിലിരിക്കുന്ന ആൾക്കാർ 2 ചെവിയും പൊത്തി പിടിച്ചുകൊണ്ട് അസഹ്യമാണ് എന്ന് അവർക്ക് രാഷ്ട്രീയമായിട്ട് ഒരു വിരോധവും ഉള്ളതുകൊണ്ടോ അല്ല പറയുന്നു. അങ്ങനെ എത്രയോ പേരുടെ ജോലിയെ തന്നെ മുടക്കിക്കുന്ന തരത്തിലുള്ള ശബ്ദദാർഢ്യം അവിടെ ഉണ്ടാക്കി. അവർ സൗണ്ട് പൊല്യൂഷൻ അല്ലെങ്കിൽ നോയിസ് പൊല്യൂഷൻ ഉണ്ടാക്കിയത് എന്തിനാണ്? എങ്ങനെയും ഇങ്ങനെ വാതോരാതിങ്ങനെ പാടുന്നത് നമുക്കറിയാം. കേരളത്തിലെ ഓരോ കുട്ടിയും ഇപ്പോൾ പറയുന്നുണ്ട് രാജാവ് നഗ്നനാണ്. ആ നഗ്നനാവണമെന്നുള്ള വെളിപ്പെടുത്തൽ വരുന്നതോടുകൂടി തന്നെ, അത് കൂടുതലാവുന്നതോടുകൂടി തന്നെ തന്നെപ്പറ്റിയുള്ള പ്രശംസകൾ ചൊരിയുന്ന ഇത്തരം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള പ്രദർശനോത്സുകത കൂടിക്കൂടി വരുന്ന ഒരു മുഖ്യമന്ത്രിയെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സംസ്കാരമല്ല. അങ്ങനെയാണെങ്കിൽ KR ഗൗരിയമ്മയുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരിയായിരുന്നു. എത്രയോ ജന്മദിനങ്ങൾ അവരെ തഴുകി കടന്നുപോയി. ഒരിക്കൽ പോലും ഇതുപോലൊരു ആർഭാടം നടത്തിയിട്ടില്ല, മന്ത്രി കസേരയിലിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും. അതുപോലെ തന്നെ VS അച്യുതാനന്ദൻ ഇപ്പോഴും ഇവിടെയുണ്ട്, നിശബ്ദനായി നമുക്കിടയിലുണ്ട്.
അദ്ദേഹത്തിൻ്റെ എത്രയോ ജന്മദിനങ്ങൾ മുഖ്യമന്ത്രി ആയിരിക്കെ, പ്രതിപക്ഷ നേതാവായിരിക്കെ, പോളിറ്റ് ബ്യൂറോ അംഗമായിരിക്കെ കടന്നുപോയിട്ടുണ്ട്. ഒരിക്കൽ പോലും ഇലയിലുള്ള ഊണും അതിനോടൊപ്പം ഒരു തൊട്ടുകൂട്ടാനൊരു മീൻ കറിയും അല്ലാതെ വേറൊരു വിഭവങ്ങൾക്കും ഡോക്യുമെൻ്ററികൾ വെച്ച് ഊണ് കഴിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇവിടെ നോക്കൂ, ഡോക്യുമെൻ്ററി എടുത്തു വെച്ചത് മാത്രമല്ല, ആളുകളെ തെറ്റായ പാഠം പഠിപ്പിക്കുകയുമാണ്. ശരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അമ്മയുടെ പേര് എതിർത്തനും അറിയാം കേരളത്തിലെ, ആലക്കണ്ടി കല്യാണി എന്നാണ്. ആലക്കണ്ടി കല്യാണി എന്നാണ് ഈ ഡോക്യുമെൻ്ററി കൊടുത്തിരിക്കുന്നത്. ശരിയായിട്ടുള്ള പേര് ആലക്കാട് കല്യാണി എന്നുള്ള അവരുടെ പേര് പോലും മാറ്റി ആലക്കാട് കല്യാണി എന്ന് പറയുന്ന ശരിയായിട്ടുള്ള പേര് മാറ്റിയിട്ട് ഈ ഡോക്യുമെൻ്ററി 15 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച് പ്രദർശിപ്പിച്ച, അതിലൊന്ന് തെറ്റുതിരുത്താൻ പോലുമുള്ള ഒരു സാവകാശവും മര്യാദയും കാണിക്കാതെ ഇത്രയും വലിയൊരു ഡോക്യുമെൻ്ററി ഇത്രയും ചിലവിൽ മുടക്കുമ്പോൾ, നമ്മളൊക്കെ 1 ലക്ഷം രൂപ പോലും വേണ്ട ഒരു ഡോക്യുമെൻ്ററി, 10,000 രൂപയ്ക്ക് സുന്ദരമായിട്ട് ഡോക്യുമെൻ്ററി എടുത്ത് അതിലെ അക്ഷരത്തെറ്റുകളും അതിലെ ഉച്ചാരണ തെറ്റുകളും എല്ലാം ആക്ച്വൽ എറേഴ്സും തിരുത്തിക്കൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. എത്രയെണ്ണം ചെയ്തിരിക്കുന്നു സുന്ദരമായിട്ട്, മനോഹരമായിട്ട്, ആരെയും ശല്യപ്പെടുത്താതെ, ശബ്ദശല്യം ഉണ്ടാക്കാതെ. ഇവിടെ ഇതിനകത്ത് ബേസിക്കായിട്ടുള്ളൊരു പിണറായി വിജയൻ്റെ പേര് കൂടി തെറ്റാഞ്ഞത് ഭാഗ്യം എന്നേ പറയാം. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് തെറ്റി, ഗുരുത്വ ദോഷമാണ്. അതും ആരാ ഇത് പ്രകാശനം ചെയ്യാനും കാണാനും എത്തിയത്? തെന്നിന്ത്യയുടെ മഹാനടനായിട്ടുള്ള കമലഹാസൻ, മക്കൾ തെയ്യം കക്ഷിയുടെ നേതാവ്, ഇപ്പോൾ DMK-യുടെ കനിവ് കൊണ്ട് ഒരു മെമ്പർഷിപ്പ് രാജ്യസഭയിൽ കിട്ടുകയും ചെയ്യുന്ന കമലഹാസൻ വന്നിരുന്ന സദസ്സിലാണ് സ്വന്തം അമ്മയുടെ പേര് തെറ്റിച്ചത്. എല്ലാത്തിനും മൈക്കൊന്ന് ഉരസിയാൽ പോലും ക്ഷുഭിതനാവുന്ന മുഖ്യമന്ത്രി നിശബ്ദമായിട്ട് അത് സഹിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയുടെ പേര് ഇങ്ങനല്ല, ഒന്ന് തിരുത്താൻ അപേക്ഷ കൊടുത്തിരിക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഇത് പടച്ച ആ മഹാന്മാരുടെ, ചരിത്ര പുരുഷന്മാരോടുകൂടി ഇതൊരു നാണക്കേടാണ് ഈ വരുത്തി വരുന്നത്. അതെനിക്ക് തോന്നുന്ന കാലം കൊടുത്ത ശിക്ഷയാണ്, കാവ്യനീതിയാണ്. നിങ്ങളിങ്ങനെ ഒരു ആർഭാടമായിട്ട് കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ, പരിവട്ടവുമായിട്ട് വെള്ളപ്പൊക്കവുമായിട്ട് മല്ലിടുമ്പോൾ, അവർ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങളിങ്ങനെ സുഖിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത് നീറോ ചക്രവർത്തിയുടെ സംസ്കാരമാണ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സംസ്കാരം. പലപ്പോഴും സാറ് പറഞ്ഞ കാലം കൊടുത്ത കാവ്യനീതി എന്നുള്ളത്, ഇപ്പം 4ാം വാർഷികം ആഘോഷിച്ചപ്പം തന്നെ പഹൽഗാമിന്റെ പ്രശ്നം വന്ന് കുറച്ച് നാൾ നിർത്തിവെച്ചു, വീണ്ടും പ്രശ്നങ്ങൾ വന്നു. ദേശീയപാത 4ാം വാർഷികത്തിൽ ദേശീയപാത ഉയർത്തിപ്പിടിച്ച് കാണിച്ചു, അതും താഴെ വീണു. ഇദ്ദേഹം പോകുന്നിടത്തെല്ലാം ഈ പറഞ്ഞ ട്രോളന്മാരെടുത്ത് പലപ്പോഴും പറയാറുണ്ട്, പിണറായി വിജയൻ പോകുന്നിടത്തെല്ലാം എന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. അദ്ദേഹം എന്തിനെയാണോ ചൂണ്ടുന്നത് അവിടെ നശിക്കുന്നു എന്നുള്ളത്. ശരിക്കും ഒരുപക്ഷെ കാലം പോലും എന്താ പറയുന്നത്, അല്ലെ പ്രകൃതി പോലും വിരുദ്ധത പ്രകടിപ്പിക്കുകയാണല്ലോ ഇപ്പോൾ LDF സർക്കാർ എന്നാണ് തോന്നുന്നത്. അന്ന് പക്ഷേ ഇദ്ദേഹത്തിന് വഴിയൊരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ UDF ഉണ്ട്. സുഖമായിട്ട് ഇദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ പറ്റുന്ന, ജനവിരുദ്ധ വികാരത്തിൻ്റെ തരംഗങ്ങളിലേറിക്കൊണ്ട് ജയിക്കാവുന്ന നിലമ്പൂരിൽ അവർ കശപിശ മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. അവിടെ K. സുധാകരൻ, മുൻ KPCC പ്രസിഡൻറ്റും അതുപോലെ പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര്, അവർ തമ്മിലാണ് ഇപ്പോൾ മത്സരം നടക്കുന്നത്. അങ്ങനെ മത്സരം നടത്തിക്കൊണ്ട് ഈ പിണറായി വിജയനെ ജയിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ പൊതുവികാരത്തിനെതിരായി നിൽക്കാനാണ് കേരളത്തിലെ UDF-ഉം കോൺഗ്രസും ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉള്ള ഒരു പരിശ്രമത്തിലാണ്. ഇതിന് പകരമായിട്ട്, ഈ ഡോക്യുമെൻ്ററിക്ക് പകരമായിട്ട് പിണറായി വിജയനെ എങ്ങനെ ജയിപ്പിക്കാമെന്നുള്ളതിൻ്റെ ഒരു ഗവേഷണമാണിപ്പോൾ അതിൻ്റെ ബുദ്ധിശാലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ദൗർഭാഗ്യകരമെന്ന് പറയാനേ പറ്റുകയുള്ളൂ. തന്നെയുമല്ല, ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ ഡോക്യുമെൻ്ററിയും ഇതിൻ്റെ പ്രദർശനമൊക്കെ നടത്തിയത്? മന്ത്രിസഭയുടെ 4ാം വാർഷികം അതല്ല, മിക്കവാറും മുഖ്യമന്ത്രിയുടെ 80ാം പിറന്നാൾ. ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ 80ാം പിറന്നാൾ 2 തവണയായിട്ട് കേരളം ഭരിക്കുകയല്ലേ? അതെ, അതിൻ്റെ അതാണെങ്കിൽ വാർഷികം മന്ത്രിസഭയുടെ അതെല്ലായിടത്തും നടക്കുന്നുണ്ട്. എല്ലാ ഗവൺമെൻറ് ഓഫീസുകൾക്ക് മുമ്പേ മേളമാണ്. നമ്മുടെ ഓണത്തിൻ്റെ ഒക്കെ പോലെ ദീപാലങ്കാരത്തോടു കൂടിയുള്ള, അവിടെയും കൊട്ടും താളും പാട്ടും എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. റാപ്പ് സംഗീതവും വേടൻ്റെ സംഗീതവും എല്ലാം കേട്ടുകൊണ്ടിരിക്കുക. അത് കൂടാതാണിത് എന്ന് പറഞ്ഞാൽ ഇത് മിക്കവാറും 80ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ അതാണ്. നമ്മളൊക്കെ പാവങ്ങൾ എന്താ ചെയ്യുന്നത്? ഒരു ജന്മദിനം വന്ന ഏതെങ്കിലും അനാഥാലയത്തിലെ പാവപ്പെട്ട അല്ലെങ്കിൽ വൈകല്യം ബാധിച്ച കുട്ടികൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക എന്നല്ലേ ചെയ്യുന്നത്? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്ന ദാനധർമ്മം? അങ്ങനെയല്ലേ? ഇവിടെ ഡോക്യുമെൻ്ററി വെച്ച് പ്രദർശിപ്പിച്ച് ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുക.
അതിൽ തന്നെ അക്ഷരത്തെറ്റുകൾ വെച്ച് വിളമ്പും. അക്ഷരത്തെറ്റുകളല്ല, കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പറഞ്ഞേനെ ഈ വസ്തുത തുകകൾ നിങ്ങൾ എനിക്ക് വേണ്ടി ചെലവഴിക്കേണ്ട, അല്ലെ എനിക്ക് വേണ്ടി കേക്ക് കട്ട് ചെയ്യണ്ട, നിങ്ങൾ പാവങ്ങൾക്ക് കൊടുക്കും. അതെ എന്തെങ്കിലും ചെയ്യൂ എന്ന്. അവിടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ മഹത്വം. അവിടാണ് അദ്ദേഹത്തിന്റെ ദ ലെജൻഡ് എന്ന് പറയുന്ന ഡോക്യുമെന്ററി ഒരുപക്ഷെ ജനങ്ങൾ ഏറ്റെടുക്കുന്നത്. അതെ, ആ 15 ലക്ഷം രൂപ ഈ പാവപ്പെട്ട പൂജപ്പുര ഹിന്ദു മഹാമന്ദിരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ പാവങ്ങളുടെ കൈകളിൽ എത്തിയിരുന്നെങ്കിൽ ദൈവം. ഇതിപ്പോ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ഇത്തരത്തിലുള്ള ഡോക്യുമെന്ററി നിർമ്മിച്ചതിന് കാരണം അവർക്ക് ഈ വർഷം തോറും നല്ല രീതിയിൽ പ്രൊമോഷൻ മാത്രമല്ല നല്ല ശമ്പളവും അവർക്ക് വർദ്ധിപ്പിക്കുന്നു. ഒരു സാധാരണ ഒരു ആള് ജോലി ചെയ്യുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഉള്ളതിന്റെ ഇരട്ടിയാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പൊ അവർക്ക് ഇങ്ങനെ ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നു, വലിയ ജോലിയില്ല. അപ്പം സ്വാഭാവികമായിട്ടും പൂജ ചെയ്യും. അതിനുവേണ്ടിയാണ് പാദപൂജ എന്ന് പറയും. ആ പാദപൂജയാണ് നമ്മൾ കണ്ടിപ്പോൾ സഹിക്കാൻ വയ്യാതായിരിക്കുന്നത്.